ബിന്ദുവാണ്. ഞാനൊരു യൂട്യൂബറാണ്. ബിന്ദു KK 9487 എന്നുള്ള യൂട്യൂബിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. കൊല്ലത്തുനിന്ന് ഉല്ലാസയാത്രയായിട്ട് ഈ വലിയ വണ്ടിയിലാണ്, നമ്മൾ KSRTCയുടെ വലിയ വണ്ടിയിലാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഡാം കണ്ടു. ആ ഡാമിൻ്റെ പ്രത്യേകത നമ്മുടെ സാറ് പറയുന്നത്. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് രാജൻ. സാർ, ഈ ഡാമിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വിനോദസഞ്ചാര കേന്ദ്രം ജലസേചന വകുപ്പിൻ്റെയും ഇടുക്കി DTPCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സംരംഭമാണ്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടറും MBIPയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും DTPC സെക്രട്ടറിയുമാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇവിടെ വരുന്ന ഉദ്യോഗാർത്ഥികൾ സാധാരണ ജനങ്ങളിൽ നിന്നും 20 രൂപ എൻട്രി ഫീസ് മേടിക്കും. 5 വയസ്സിൽ താഴെയുള്ളവർക്ക് പാസ്സൊന്നുമില്ല. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 രൂപയും അതിന് മുകളിലോട്ടുള്ളവർക്ക് 20 രൂപയാണ് പാസ് വാങ്ങുന്നത്. അത് ഈ എൻട്രി ഫീസ് മാത്രം ഉള്ളതുകൊണ്ട് ആർക്കും വേറെ കൺസെഷൻ ഒന്നുമില്ല. എല്ലാവരും 20 രൂപ എല്ലാവരും ഇവിടെ 20 രൂപ എൻട്രി ഫീസ് എടുത്തു കഴിഞ്ഞാൽ ഡാമിൻ്റെ മുകളിൽ പോയി ഡാം കാണാം, കുട്ടികളുടെ പാർക്കിൽ കയറാം. ഈ 1 കിലോമീറ്ററോളം ദൂരം കഴിഞ്ഞിട്ടോടെ ഡാമിൻ്റെ ക്യാപ്റ്റൻ്റെ ഏരിയയിലൂടെ നടക്കാം. ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കാം, ഫിൽറ്റർ ചെയ്ത കുടിവെള്ളം ഉപയോഗിക്കുക, ഇതെല്ലാം ചെയ്യാൻ പറ്റും. എത്ര സമയം വേണേലും ഇതിനുള്ളിൽ ആൾക്കാർക്ക് കയറി ഇരിക്കുകയും ചെയ്യാം. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം രാത്രി 8 മണി വരെയാണ്. ഡാമിലേക്ക് വൈകുന്നേരം 5:30 വരെ പാസ് കൊടുക്കും. 6:15 ആകുമ്പോഴത്തേനും എല്ലാവരും ഇറക്കി വിടും. ഈ ഡാമിൻ്റെ അകത്ത് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യമുണ്ടോ? ഈ ഡാമിൻ്റെ സുരക്ഷിതത്വം പ്രമാണിച്ചാണ് ആ ഡാമിൻ്റെ 2ാമത്തെ ഗേറ്റിന് അപ്പുറത്തേക്ക് ഫോട്ടോയോ വീഡിയോ എടുക്കുക. ഈ ഡാമിനും ഭൂമിക്കടിയിലാണ് പവർ ഹൗസ്. ഇടുക്കി ഡാമിലെ വെള്ളം ടണൽ വഴി മൂലമറ്റത്ത് വന്ന് മൂലമറ്റം പവർ ഹൗസ് വർക്ക് ചെയ്ത് ഇവിടെ വരും. ഇവിടെയും ഭൂമിക്കടി പവർ ഹൗസ് ഉണ്ട്. ആ ജനറേറ്റർ വർക്ക് ചെയ്താണ് തൊടുപുഴ കാറ്റിക്കൂടെ വെള്ളം പോകുന്നത്. ഇതിന് ഇടത് കനാലും ഉണ്ട്, വലത് കനാലും ഉണ്ട്. ഈ ഡാമിന് ഗാലറി എല്ലാം ഉള്ള, അതുകൊണ്ട് അതിൻ്റെ സുരക്ഷിതത്വം പ്രമാണിച്ച് ഈ ഡാമിൻ്റെ 2ാമത്തെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഫോട്ടോ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കയ്യിൽ വെക്കണം എന്നൊക്കെ അവർ നിർദ്ദേശിക്കാൻ കാരണം. ബോംബ് ഭീഷണി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളോട് ചോദിച്ചപ്പോൾ നേരത്തെ ഒരു ബോംബ് ഭീഷണിയായിട്ട് അത് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് എന്തോ ഉണ്ട്, അതുകൊണ്ടാണ്. ഇല്ല, മറ്റെവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഇവിടെ വന്നെല്ലാം സെക്യൂരിറ്റി പോലീസുകാരൊക്കെ പരിശോധിക്കാറുണ്ട്. അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. കാരണം അതിനുള്ളിൽ പോലീസുകാരാണ്. അതിൻ്റെ ഡാമിൻ്റെ 2ാമത്തെ ഗേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണം മുഴുവനും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അതിനിപ്പുറത്തേക്ക് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ഉള്ളൂ. സാർ എത്ര വർഷം കൊണ്ട് ഡ്യൂട്ടി ചെയ്യണം? ഞാൻ തുടങ്ങിയപ്പോൾ വേണ്ടി ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്. സാറിൻ്റെ സ്വന്തം സ്ഥലം എവിടെ? ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററോടെ ദൂരെ. നമ്മളിവിടെ വന്നപ്പോൾ കുറേ പോലീസുകാരെയൊക്കെ നമ്മൾ അറിയുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ടാണ്. കുണ്ടറ, കൊല്ലം, അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടുത്തെ നല്ല ലൊക്കേഷൻ, നല്ല സിറ്റുവേഷൻ, നല്ല ക്ലൈമറ്റ് എല്ലാം കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഈ ഉല്ലാസയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും സഹകരിച്ചത് നമ്മൾ അത് രണ്ടാമത് അതെ, അടുത്ത 2ാമത്തെ